വയനാട്ടിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ച് CPM നേതാക്കൾ രംഗത്തെത്തി. രാഹുൽ അമുൽ ബേബിയാണെന്ന് VS അച്യുതാനന്ദൻ പരിഹസിച്ചു. രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിശേഷിപ്പിച്ച് ദേശാഭിമാനി മുഖപ്രസംഗം എഴുതി. വിവാദമായതോടെ മുഖപ്രസംഗം എഴുതിയതിൽ തെറ്റുപറ്റിയെന്ന് ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ വ്യക്തമാക്കി. രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിശേഷിപ്പിക്കുന്നത് CPMന്റെ നിലപാടല്ലെന്ന് മന്ത്രി തോമസ് ഐസക് പറഞ്ഞു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ CPM അനുഭാവികൾ ഫേസ്ബുക്കിലടക്കം രാഹുലിനെതിരെ പ്രചാരണം ആരംഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് CPM മുഖപത്രമായ ദേശാഭിമാനിയിൽ രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച് മുഖപത്രം വന്നത്. കോൺഗ്രസ് തകർച്ച പൂർണ്ണമാക്കാൻ പപ്പു സ്ട്രൈക്ക് എന്ന തലക്കെട്ടോടുകൂടിയാണ് ദേശാഭിമാനി മുഖപ്രസംഗം എഴുതിയത്. ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധമുയർന്നതിന് പിന്നാലെയാണ് തെറ്റ് സംബന്ധിച്ച് ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ PM മനോജ് രംഗത്ത് വന്നത്. രാഹുൽ ഗാന്ധിയെ എന്നല്ല രാഷ്ട്രീയ നേതാക്കളെ ആരെയും വ്യക്തിപരമായി അവഹേളിക്കുന്നതും അധിക്ഷേപിക്കുന്നതും തങ്ങളുടെ രാഷ്ട്രീയമല്ല എന്നും PM മനോജ് ഫേസ്ബുക്കിൽ കുറിച്ചു. പപ്പു സ്ട്രൈക്ക് എന്ന പ്രയോഗം ജാഗ്രത കുറവുകൊണ്ടുണ്ടായ പിശകാണ്. അത് പരിശോധിക്കുന്നതിനും തിരുത്തുന്നതിനും ഞങ്ങൾ ഒട്ടും മടിച്ചു നിൽക്കുന്നില്ല എന്നും PM മനോജ് വ്യക്തമാക്കി. ദേശാഭിമാനിയിലെ പപ്പു പ്രയോഗം കൈപ്പിഴയാണെന്നായിരുന്നു മന്ത്രി തോമസ് ഐസകിന്റെ പ്രതികരണം. അങ്ങനെയൊന്നും അദ്ദേഹത്തെ വിശേഷിപ്പിക്കാനൊന്നും ഞങ്ങൾ തയ്യാറാവില്ല. ഒരു കൈപ്പിഴയായിട്ട് എടുത്തു വെച്ചാൽ. അതേസമയം രാഹുൽ ഗാന്ധി അമുൽ ബേബിയാണെന്ന് VS അച്യുതാനന്ദനും പരിഹസിച്ചു. അമേരിയിൽ നിന്നും അഭയാർത്ഥി ഇപ്പോൾ കേരളത്തിലെത്തിയിട്ടുണ്ട്. ഒളിപ്പോർ നടത്താനാണത്രേ പദ്ധതി. രാഷ്ട്രീയ പാപ്പരത്വമെന്നല്ലാതെ എന്തു പറയാൻ. മീഡിയ 1 തിരുവനന്തപുരം. ഈ വിഷയമാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ വിശദമായി പരിശോധിക്കുന്നത്. CPM നേതാവ് രാജു എബ്രഹാം MLA, കോൺഗ്രസ് നേതാവ് T സിദ്ദീഖ്, KSU സംസ്ഥാന അധ്യക്ഷൻ KM അഭിജിത്ത്, മാധ്യമപ്രവർത്തകൻ PS റംഷാദ്, BJP നേതാവ് സന്ദീപ് വാര്യർ എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കും. അതിഥികളിലേക്ക് വരാം. സ്പെഷ്യൽ എഡിഷൻ ചർച്ചയിലേക്ക് പോവുകയാണ്. CPM നേതാവ് രാജു എബ്രഹാം ഈ ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് ഏറ്റിരുന്നു. അല്പസമയം മുമ്പാണ് ചില അവിചാരിതമായ കാരണങ്ങളാൽ അദ്ദേഹം പങ്കെടുക്കില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. ടെലിഫോണിൽ ശ്രമിക്കുന്നുണ്ട്. മറ്റതിഥികളെയും CPMൽ നിന്ന് ശ്രമിക്കുന്നുണ്ട്. അതുവരെ ചർച്ച തുടരുകയാണ്. ചർച്ചയിലേക്ക് പോവുകയാണ്. ആദ്യം അഭിജിത്തിലേക്ക്. ശ്രീ അഭിജിത്ത്, ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഹിന്ദുക്കളെ ഭയന്നോടിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ന്യൂനപക്ഷ മേഖലയിലേക്ക് പോകേണ്ടി വന്നത് രാജ്യത്തെ ഹിന്ദുക്കളെ അവഹേളിച്ചതിൻ്റെ തിക്തഫലമാണ്. ഈ ഒരു വിമർശം നേരത്തെ തന്നെ ഉണ്ടാകുമെന്ന് ഇടതുപക്ഷ കക്ഷികളും പറഞ്ഞിരുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതോടെ ഉത്തരേന്ത്യയിൽ ഇത്തരത്തിലുള്ള വിഷലിപ്തമായ പ്രചാരണങ്ങൾ BJP നടത്തുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ മുന്നറിയിപ്പ് അവഗണിച്ചത് മോശമായി എന്ന് തോന്നുന്നുണ്ടോ കോൺഗ്രസിന്? ഇല്ല, ഒരിക്കലുമില്ല. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ 5 വർഷക്കാലം ഈ രാജ്യത്തിന് വേണ്ടി ചെയ്ത ഒരു നന്മയെപ്പറ്റി പറയാൻ നരേന്ദ്രമോദിക്കോ സംഘപരിവാറിനോ ഈ രാജ്യത്ത് സാധിക്കില്ല. എല്ലാ കാലങ്ങളിലും ഏത് തിരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാലും ഈ രാജ്യത്ത് വ്യക്തിഹത്യ നടത്താനും ഈ രാജ്യത്തെ ജനങ്ങളെ വർഗീയപരമായി ധ്രുവീകരിക്കാനും മാത്രം തയ്യാറായിരിക്കുന്ന സംഘപരിവാറിൽ നിന്ന്, പ്രത്യേകിച്ച് നരാധപനായ നരേന്ദ്രമോദിയിൽ നിന്ന് ഇതിനപ്പുറത്ത് മറ്റ് വാക്കുകൾ നമ്മൾ ശ്രവിക്കേണ്ടതില്ല. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഈ രാജ്യത്ത് മതത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ വീണ്ടും രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള നടപടികളിലേക്ക് മോഡി കടക്കുന്നു എന്നതിൻ്റെ ആദ്യത്തെ ഉദാഹരണമാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ. വയനാട്ടിലേക്ക് ശ്രീ രാഹുൽ ഗാന്ധി വന്നതിനെ വർഗീയപരമായി ചിത്രീകരിക്കുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതുകൊണ്ട് ഇവരുടെ ഈ രാഷ്ട്രീയം ഇന്ത്യയിലെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളും, നമ്മൾക്ക് സംശയമില്ല. ഒരു പരിധിവരെ കഴിഞ്ഞ കാലങ്ങളിൽ ഇവർക്ക് വർഗീയ വെറുപ്പ് കൊണ്ട് വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഇനി അത് ഈ രാജ്യത്ത് നടപ്പിലാകില്ല. അത്രമേൽ ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി നരേന്ദ്രമോദി തയ്യാറായിട്ടുണ്ട്. കഴിഞ്ഞ ഭരണകൂടം ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഈ രാജ്യത്തെ ജനങ്ങളെ വലിയ ദ്രോഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇവരുടെ ഈ ഒരു തന്ത്രം ഇനി ഈ രാജ്യത്ത് വിലപ്പോകില്ല. പിന്നെ സ്വാഭാവികമായിട്ട് ചില മേഖലകളിൽ ഇവർക്ക് ഇതേപോലുള്ള വർഗീയ പ്രചരണം നടത്തി ചില മേഖലയെങ്കിലും സ്വാധീനിക്കാൻ സാധിച്ചേക്കാം. നമ്മൾ പല സമയങ്ങളിലും കണ്ടതാണ്. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഞങ്ങൾ ഇന്നെന്ന പദ്ധതികൾ ഈ രാജ്യത്തിന് വേണ്ടി വിഭാവനം ചെയ്തു, ഞങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി ഈ നല്ല കാര്യങ്ങൾ ചെയ്തു, ജനങ്ങൾക്ക് വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറയാൻ ഇവർക്ക് സാധിച്ചോ? 6 മാസക്കാലം ഇവർ പശുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരു നിമിഷം 6 മാസക്കാലം ഏക സിവിൽ കോഡിനെ പറ്റി പറഞ്ഞു, 6 മാസക്കാലം രാമക്ഷേത്രത്തെ പറ്റി പറഞ്ഞു. ഇങ്ങനെ വിവാദങ്ങളിലൂടെ മുന്നോട്ട് പോയ ഒരു ഗവൺമെൻറ്റാണ്. ഈ ഗവൺമെന്റിൽ നിന്ന് ഇത്രയും വിഷലിപ്തമായ വാക്കുകളെ ഉണ്ടാകൂ എന്നുള്ള, നരേന്ദ്രമോദിയിൽ നിന്നും ഇത്തരം വിഷലിപ്തമായ വാക്കുകളെ ഉണ്ടാകൂ എന്നുള്ള പൊതുബോധ്യം ഇന്ന് ഇന്ത്യൻ ജനതയ്ക്ക് വന്നിരിക്കുകയാണ്. ഞാൻ തിരിച്ചെത്താം. ശ്രീ സന്ദീപ് വാര്യർ, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഏറ്റവും ബഹുമാന്യമായ ഒരു പദവിയാണ്. നിങ്ങളുടെയും എൻ്റെയും പ്രധാനമന്ത്രിയാണ്. രാജ്യത്തെ 130 കോടി
വരുന്ന ജനങ്ങളുടെ പ്രധാനമന്ത്രിയാണ്. ആ പദവി അങ്ങേയറ്റം ബഹുമാനിക്കപ്പെടേണ്ട ഒരു പദവിയാണ്. ആ പദവിയിലിരിക്കുന്ന ഒരാൾ നടത്തേണ്ടുന്ന ഒരു പ്രസ്താവനയാണോ നരേന്ദ്രമോദി നടത്തുന്നത്? രാജ്യത്തെ ഹിന്ദുക്കളെ പേടിച്ച നിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിലേക്ക് രാഹുൽ ഗാന്ധി പേടിച്ചോടി എന്ന പ്രസ്താവന ആ പദവിയിലിരിക്കുന്ന ഒരാൾക്ക് നിരക്കുന്ന പ്രസ്താവനയാണോ? 5 വർഷം ഭരിച്ചിട്ട് തൻ്റെ വികസന നേട്ടങ്ങൾ കാണിച്ച് വോട്ട് ചോദിക്കാനുള്ള ആത്മവിശ്വാസ കുറവാണോ ഇങ്ങനെ വിഷലിപ്തമായ വർഗീയ പ്രചാരണങ്ങളിലേക്ക് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്ക് പോലും പോകേണ്ടി വരുന്നത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അങ്ങേയറ്റം ബഹുമാനിക്കപ്പെടേണ്ട ഒന്നാണെന്ന് വാർത്താ അവതാരകൻ എന്ന നിലയ്ക്ക് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായും ഉണ്ടല്ലോ, അതാണല്ലോ പറഞ്ഞത്. തോന്നുന്നുണ്ടോ? ഉണ്ടല്ലോ. എങ്കിൽ അങ്ങയുടെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ അഭിജിത്ത് ശ്രീ നരേന്ദ്രമോദിയെ വിശേഷിപ്പിച്ചത് നരാധമൻ എന്നാണ്. അദ്ദേഹത്തോട് ആ വാക്ക് പിൻവലിക്കാൻ പറയൂ. ആ വിഷയത്തിലേക്ക് ഞാൻ ഇടപെടുന്നില്ല. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അതെന്റെ അഭിപ്രായമല്ല. ശ്രീ സന്ദീപ, അതെന്റെ അഭിപ്രായമല്ല, ഈ ചാനലിന്റെ അഭിപ്രായമല്ല, ഈ ഷോയുടെ അഭിപ്രായമല്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പ്രധാനമന്ത്രി എന്ന പദം രാജ്യത്തെ ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട പദമാണ്, പദവിയാണ്. നിങ്ങളുടെയും എന്റെയും പ്രധാനമന്ത്രിയാണ്. ആ പദവി ബഹുമാനിക്കപ്പെടേണ്ടതാണ്, ആദരിക്കപ്പെടേണ്ടതാണ്. ആ പദവിയിൽ ഇരുന്നു കൊണ്ട് ആ പദവിക്ക് നിരക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണോ നടത്തിയതെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ വരാം. എന്തായാലും ഈ 5-ാം വർഷക്കാലം തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം ബഹുമാനിക്കപ്പെടേണ്ട ഒന്നാണെന്ന് അങ്ങയുടെ ചാനലിന് തോന്നിയതിൽ, ആ സദ്ബുദ്ധി തോന്നിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയുടെ വിഭവങ്ങളിലെ ആദ്യാവകാശം മുസ്ലിങ്ങൾക്കാണെന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രി ഇന്ത്യയിലുണ്ടായിരുന്നു. അങ്ങേക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് മൗത് കാ സൗദാഗർ എന്ന് വിളിച്ചത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള സോണിയാഗാന്ധിയാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള നരേന്ദ്രമോദിക്കെതിരെ VT ബൽറാം മുതൽ കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതരായ നേതാക്കൾ വരെ നടത്തിയിട്ടുള്ള നിരവധി പരാമർശങ്ങൾ എനിക്കിവിടെ ഉദാഹരിച്ച് പറയാൻ കഴിയും. അതുകൊണ്ട് നരേന്ദ്രമോദി ഏതെങ്കിലും ഒരു പരാമർശം നടത്തി എന്ന രീതിയിൽ ചർച്ച സംഘടിപ്പിക്കുക. ഒന്ന്, ഇന്ന് നരേന്ദ്രമോദി ഒരാളെയും വ്യക്തിപരമായി പേരെടുത്ത് പറഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധിയെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് രാഹുൽ ഗാന്ധിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കുഴപ്പമാണ്. ശ്രീ സന്ദീപ്, ഭൂരിപക്ഷങ്ങളെ ഭയന്ന, ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ നിന്ന് ഭയന്നോടിയെന്ന് ഉള്ള പരാമർശം പാർട്ടി അധ്യക്ഷൻ നടത്തിയാൽ നമുക്ക് മനസ്സിലാക്കാം, അമിത്ഷാ നടത്തിയാൽ മനസ്സിലാക്കാം. അമിത്ഷാ നടത്തിയാൽ അത് രാഹുൽ ഗാന്ധിയെ കുറിച്ചാണ്. രാഹുൽ ഗാന്ധിയുടെ പേര് അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. രാഹുൽ ഗാന്ധിയെ കുറിച്ചാണെന്ന് അദ്ദേഹം പേര് പറയാതെ തന്നെ അറിയാമല്ലോ സന്ദീപ്. നാം രാഷ്ട്രീയം കാണുന്നവരും കഴിഞ്ഞ ദിവസങ്ങളിലെ രാഷ്ട്രീയങ്ങൾ വിശകലനം ചെയ്യുന്നവരും രാഹുൽ ഗാന്ധി അങ്ങനെ ഓടിയിട്ടുണ്ടോ അത് പറയാനുണ്ടായ രാഷ്ട്രീയ സാഹചര്യവും ഒക്കെ അറിയാവുന്ന ആളുകളാണല്ലോ. എന്റെ ചോദ്യം രാഹുൽ ഗാന്ധിയെ കുറിച്ചാണോ എന്നുള്ളതല്ല. അത്തരം ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ അങ്ങ് പ്രസംഗം മുഴുവൻ കേട്ടോ എന്ന് എനിക്കറിയില്ല. ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ നിന്ന് ഭയന്നോടി പ്രസംഗം മുഴുവൻ കേട്ടോ എന്നറിയില്ല. അദ്ദേഹം അല്ല, അങ്ങ് മുഴുവൻ പ്രസംഗം കേട്ടിട്ടുണ്ടാവില്ല. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: കോൺഗ്രസ്സുകാർ ഹിന്ദു ടെറർ എന്ന ഒരു വാദം കൊണ്ടുവന്ന് സമാധാനവാദികളായിരുന്ന ഹിന്ദുക്കളെ തീവ്രവാദികളായിട്ട് മുദ്ര കുത്താൻ വേണ്ടി ശ്രമിച്ചവരാണ്. നിങ്ങൾക്കത് ഓർമ്മയുണ്ടാകുമല്ലോ. അദ്ദേഹം പ്രസംഗിച്ചത് മഹാരാഷ്ട്രയിലാണ്. സുശീൽ കുമാർ ഷിൻഡെയുടെ വിവാദപരമായിട്ടുള്ള പഴയ പരാമർശം അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത്. ഹിന്ദുക്കളെ തീവ്രവാദികളെന്ന് വിളിച്ചവരാണ് കോൺഗ്രസ്സുകാർ. നമുക്ക് ആ വേദന മറക്കാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. തുടർന്ന് അദ്ദേഹം പറയുന്നു, ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് മത്സരിക്കാൻ പോലും കോൺഗ്രസ്സുകാർക്ക് ഭയമാണ്. ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. അത് രാഹുൽ ഗാന്ധിയെ ഉദ്ദേശിച്ചാണെന്ന് അദ്ദേഹത്തിന് തോന്നുമെങ്കിൽ അത് രാഹുൽ ഗാന്ധിയുടെ കുറ്റബോധമായിരിക്കാം. അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവൃത്തി അദ്ദേഹത്തിന് അതാണെന്ന് തോന്നുന്നതായിരിക്കാം. എന്തായാലും രാഹുൽ ഗാന്ധിയെ പേരെടുത്ത് ഇന്ന് നരേന്ദ്രമോദി പരാമർശിച്ചിട്ടില്ല എന്ന താങ്കളുടെ വാദത്തിനു വേണ്ടി ഞാൻ അംഗീകരിക്കുന്നു. അതല്ല എൻ്റെ വിഷയം. ഞാൻ ചോദിക്കുന്നത് 5 വർഷം ഭരിച്ച ഒരു സർക്കാർ ആ വികസന നേട്ടങ്ങൾ കാണിച്ച് ജനങ്ങൾ അഭിമുഖീകരിക്കാനുള്ള ആത്മവിശ്വാസമില്ലാത്തത് കൊണ്ടാണോ പ്രധാനമന്ത്രി തന്നെ ഇത്തരം വിഷയങ്ങളിലേക്ക്, വിഭാഗീയ വിഷയങ്ങളിലേക്ക്, ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് അത്തരം പരാമർശങ്ങളിലേക്ക് പോകുന്നതെന്നാണ്? ഇന്നലെ അദ്ദേഹം ചെയ്ത പ്രസംഗം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? വളരെ ഫേമസ് ആയല്ലോ. ഞാൻ ടോയ്ലറ്റുകളുടെ ചൗക്കീദാറാണ് അഭിമാനപൂർവ്വം പറഞ്ഞല്ലോ.
അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനമല്ലേ അദ്ദേഹം പ്രസംഗിക്കുന്നത്? പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങളെ ഡാറ്റ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ ഡാറ്റ അവതരിപ്പിച്ചുകൊണ്ട് ഇലക്ഷനെ നേരിടുകയാണ്. 18,000 ഗ്രാമങ്ങളിൽ ഞങ്ങൾ വൈദ്യുതി കൊടുത്തു. ഇന്ത്യയിൽ അവസാന ഗ്രാമത്തിലും വൈദ്യുതി എത്തിച്ചു. റോഡ് വികസനത്തിന്റെ കാര്യത്തിലുണ്ടായിട്ടുള്ള വൻ കുതിച്ചുചാട്ടം. 2 കിലോമീറ്റർ ഹൈവേ UPA സർക്കാരിന്റെ കാലത്ത് ഒരു ദിവസം നിർമ്മിച്ചിരുന്നെങ്കിൽ ഇന്ന് 27 കിലോമീറ്റർ ഹൈവേ നിർമ്മിക്കുന്നു. ഈ രാജ്യത്തുണ്ടായിരുന്ന ഡിജിറ്റൽ വിപ്ലവം, 2 ലക്ഷം ഗ്രാമങ്ങളിലേക്ക് ഡിജിറ്റൽ വിപ്ലവം എത്തി. നിരവധിയായിട്ടുള്ള ജൻ ഔഷധി പോലെയുള്ള കുറഞ്ഞ വിലയ്ക്ക് മരുന്ന് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ, ആയുഷ്മാൻ ഭാരത് പദ്ധതി, പിന്നെ 6 കോടി കുടുംബങ്ങൾക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ കൊടുത്തത്, അങ്ങനെ നിരവധി വികസന പ്രവർത്തനങ്ങളുടെ നേട്ടം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഒന്നും പറയാനില്ല. ഒരു അജണ്ട നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വിഷയങ്ങൾ കേവലമായ സങ്കുചിതമായ വിഭാഗീയ വർഗീയ വാദവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അത്തരം ആലോചനകളിലേക്കും കൊണ്ടുപോകുന്നു എന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക് ഇന്നത്തെ മോദിയുടെ പ്രസംഗം കേട്ടപ്പോൾ? അല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP ഇന്ത്യ രാജ്യത്ത് 31% വോട്ടർമാരുടെ മാത്രം വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ആ പ്രവർത്തനം എങ്ങനെയാണോ അന്ന് വിജയിക്കാൻ ഉള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചത്. 600-ലധികം വർഗീയ കലാപങ്ങളാണ് UP-യിൽ മാത്രം നടത്തപ്പെട്ടത് തെരഞ്ഞെടുപ്പ് കാലഘട്ടം, അതിന് തൊട്ടു മുമ്പുമായിട്ട്. അന്നാണ് അത് പുറത്തു വന്ന കണക്കാണ്. പുറത്തു വരാത്ത എത്രയോ കണക്കുകളുണ്ട്. അപ്പൊ അതിന്റെ മറ്റൊരു സാമ്പിൾ, അതെങ്ങനെയെല്ലാമാണോ വർഗീയതയെ തെരഞ്ഞെടുപ്പിൽ ചൂഷണം ചെയ്യാൻ കഴിയുക, അതിന്റെ ഒരു ചെറിയൊരു സാമ്പിൾ വെടിക്കെട്ടായിരുന്നു ശബരിമലയുടെ പേരിൽ കേരളത്തിൽ നടന്നത്. അത് പിന്നെ ഒരു ചർച്ചയാവുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതുകൊണ്ട് ഒരു ഓപ്പൺ ചർച്ചയിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പം ഏതെല്ലാം മാർഗത്തിലൂടെ ഈ മതവികാരങ്ങൾ ഉണർത്താമോ അത്തരം മാർഗങ്ങളിലൂടെ മതവികാരങ്ങൾ എങ്ങനെയെല്ലാം ഉയർത്താം. ഇപ്പൊ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് മഹത്തരമായ കാര്യമാണ്. അപ്പോ ഒരു രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി അമേഠിയിൽ പരാജയപ്പെട്ടാണ് ഈ വയനാട്ടിൽ വന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ്. അത് ജനങ്ങൾക്കെല്ലാം അറിയാം. പക്ഷേ അതിനെ മതത്തോട് കൂട്ടിയിണക്കുക എന്തുദ്ദേശത്തോടു കൂടിയാണ്? അവിടെയാണ് നരേന്ദ്രമോദി ആ മതവികാരത്തെ വോട്ടാക്കി മാറ്റാൻ വേണ്ടി നടത്തുന്ന സത്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ഇടപെടേണ്ട പ്രശ്നമാണ്. പേരെടുത്തു പറഞ്ഞില്ല എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷെങ്കിൽ ഇതൊരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമാണോ? അത് നരേന്ദ്രമോദിയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകളും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഭരണാധികാരി എന്നാൽ എത്രയോ ഉന്നതമായ ഒരു പദവിയാണ്. ആ പദവിക്ക് അനുസൃതമായിട്ടാണോ നരേന്ദ്രമോദി പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എത്രയോ വില കുറഞ്ഞ തന്ത്രങ്ങൾ, അതുപോലെ തന്നെ അഭിപ്രായ പ്രകടനങ്ങൾ, ഇതെല്ലാം നടത്തുക. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ട്രോളുകളും പരിഹാസങ്ങളും എന്തുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തിലെ ചെറുപ്പക്കാർ? അതിന് IT സെല്ലൊന്നും BJP-യെ സംബന്ധിച്ചിടത്തോളം 500-ലധികം വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ തവണ IT സെല്ല് തന്നെ പ്രവർത്തിച്ചത്. ശ്രീ രാജു എബ്രഹാം, അതിലേക്ക് പോകുമ്പോൾ ശ്രീ രാജു എബ്രഹാം, താങ്കൾ സൂചിപ്പിച്ചല്ലോ പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് അനുചിതമാണെന്ന്. അതോടൊപ്പം തന്നെ ചേർത്ത് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു എന്ന് പറഞ്ഞതിനു ശേഷം CPM നേതാക്കൾ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തുന്ന പരാമർശങ്ങൾ. ഇന്ന് CPM-ന്റെ മുഖപത്രമായ ദേശാഭിമാനി പപ്പു മോൻ എന്ന്, അതായത് BJP 2014 രാഹുലിനെ അവഹേളിക്കാൻ ഉപയോഗിച്ച് അവർ തന്നെ ഉപേക്ഷിച്ച ആ പദം എടുത്തുപയോഗിച്ചിരിക്കുന്നു. മാത്രമല്ല, അമുൽ ബേബി എന്ന മുതിർന്ന നേതാവ് VS അച്യുതാനന്ദൻ രാഹുൽ ഗാന്ധിയെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവിനെ വിളിക്കുന്നു. ഇങ്ങനെ ഇത്രമാത്രം വിഭ്രാന്തരാകാൻ അല്ലെങ്കിൽ രാഹുൽ വിമർശനത്തിൽ ഒരു സമചിത്തത കൈവിട്ടു പോകുന്നില്ലേ CPM-നും? ഒരു കൈവിടലും അക്കാര്യത്തിൽ നടത്തിയിട്ടില്ല. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ പേര് വന്നപ്പോ തന്നെ അന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നതിൽ നൽകുന്ന സന്ദേശം എന്ത്? അത് തന്നെയാണ് ഇന്നലെ യെച്ചൂരിയും ചോദിച്ച കാര്യം. തൊട്ടടുത്ത ദിവസം 2-ാം ദിവസം തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു, രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത് ഒരു വലിയ പ്രത്യേകതയൊന്നുമില്ല. കേരളത്തിലെ CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും ശക്തി എന്താണെന്ന് രാഹുൽ ഗാന്ധി തിരിച്ചറിയും.
ഞങ്ങൾ ഇപ്പോഴും അത് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ അങ്ങനെയല്ലല്ലോ ശ്രീ രാജു അബ്രഹാം. വല്ലാത്തൊരു തരത്തിലുള്ള ഒരു വിഭ്രാന്തി ബാധിച്ചതുപോലെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിൽ, പപ്പുമോൻ എന്ന് വിളിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അമുൽ ബേബി എന്ന് പരിഹസിക്കുന്ന രീതിയിൽ, അങ്ങനെ വില കുറഞ്ഞ തരത്തിലുള്ള ആക്ഷേപങ്ങൾ CPM നേതാക്കളുടെ ഭാഗത്തു നിന്നും അതിൻ്റെ മുഖപത്രം ആയ ദേശാഭിമാനിയുടെ ഭാഗത്തു നിന്നും വരുന്നത് കൊണ്ടാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് രാഹുലിനെതിരായ വിമർശത്തെ കൊണ്ടുപോകുന്നത് ശരിയാണോ എന്നാണ്. ഒരിക്കലുമല്ല. രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ദിര കുടുംബത്തിലെ അംഗമാണ്. രാഹുൽ ഗാന്ധി രാജ്യം മുഴുവൻ ഓടി നടക്കുന്ന നല്ലൊരു ചെറുപ്പക്കാരനാണ്. ഒരു തർക്കവും ഇല്ല. പക്ഷേ സ്വന്തം മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള MP എന്ന നിലയിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ മികവ് കൊണ്ട് വീണ്ടും അവിടെ മത്സരിക്കാൻ അദ്ദേഹം ഭയപ്പെടുന്നു. മികവ് കൊണ്ടാണ് ഭയപ്പെടുന്നതെന്ന് ഓർക്കണം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കേരളത്തിൽ വന്നാൽ കേരളത്തിൽ എന്താ സംഭവിക്കാൻ പോവാ? ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ മാതാവും ചേർന്ന് ഇന്ത്യയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ചിട്ട് കിട്ടിയത് 44 MP-മാരേ ഉള്ളൂ. ഉള്ളത് മൊത്തം പോയി. ഈ 44 നിലനിർത്താൻ അദ്ദേഹം നോക്കുകയാണോ അതോ 44 താഴേക്ക് വരാനാണോ രാഹുൽ ഗാന്ധി നോക്കുന്നത് എന്ന് മാത്രമേ ഇപ്പം രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ. രാജു അബ്രഹാം പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയുടെ വരവിൽ ഒരു തരത്തിലും CPM ആ വരവിനെ ഒരു തരത്തിലും ഭയക്കുന്നില്ല. ഇന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞത് 20 സീറ്റിലും, രാഹുലിന്റെ സീറ്റ് ഉൾപ്പെടെ 20 സീറ്റിലും കേരളത്തിൽ ഇടതുപക്ഷം വിജയിക്കുമെന്നാണ്. പക്ഷേ അതേസമയം തന്നെ വളരെ രൂക്ഷമായ ആക്രമണം CPM നേതാക്കൾ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തുന്നുമുണ്ട്. താങ്കൾ എങ്ങനെ കാണുന്നു ഈ സാഹചര്യത്തെ? ശ്രീ രാഹുൽ ഗാന്ധി വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം ബഹുമാന്യനായ ശ്രീ AK ആന്റണി ഡൽഹിയിൽ വെച്ചുകൊണ്ട് പത്രക്കാരോട് പറഞ്ഞ തൊട്ടടുത്ത സമയം തന്നെ ശ്രീ പിണറായി വിജയൻ കേരളത്തിൽ പത്രസമ്മേളനം നടത്തി. കോടിയേരി പത്രക്കാരെ കണ്ടു. അത് മുതൽ തുടങ്ങി ഇന്ന് ദേശാഭിമാനി പത്രത്തിൽ വന്നതായിട്ടുള്ള പരാമർശം ഉൾപ്പെടെ ഇത് മുഴുവൻ തെളിയിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ പ്രധാനമായിട്ടുള്ള അതിൽ നിന്ന് അന്തർലീനമായി കിടക്കുന്ന കാര്യം എന്ന് ചോദിച്ചാൽ CPIM നേതൃത്വത്തിന് ഒരു വല്ലാത്തതായിട്ടുള്ള വിഭ്രാന്തി പിടികൂടിയിരിക്കുകയാണ്. ബംഗാളിൽ അവർക്ക് സീറ്റ് കിട്ടിയില്ല, ത്രിപുരയിൽ അവർക്ക് സീറ്റ് കിട്ടിയില്ല. അവർക്കാകെ കിട്ടാവുന്നതായിട്ടുള്ള 1-2 കിട്ടാവുന്നതായിട്ടുള്ള സ്ഥലം കേരളമായിരുന്നു. ആ കേരളത്തിലും വളരെ അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് അവർ വഴിമാറിപ്പോയിരിക്കുന്നു എന്നുള്ള സ്ഥാനാർത്ഥിത്വത്തോട് രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് അവർ പരിധി വിട്ട് രാഹുൽ ഗാന്ധിയെ BJP-യേക്കാൾ കടന്നാക്രമിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, BJP ഒരു സന്ദർഭത്തിൽ പറഞ്ഞ് പിന്നീട് ഇന്ത്യൻ പൊതുസമൂഹം മുഴുവൻ അതിനെ വെറുത്ത് ആ വെറുപ്പിൽ വിധേയമായിട്ടുള്ളതായിരിക്കുന്ന പദപ്രയോഗങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ വീണ്ടും ഈ കേരളത്തിൽ ഉപയോഗിക്കാൻ CPIM-ന്റെ മുഖപത്രവും CPIM നേതാക്കന്മാരും തുനിഞ്ഞിരിക്കുന്നു. അതിൽ BJP-യുമായി അവർ മത്സരിക്കുകയാണ്. BJP-ക്കും CPIM-നും ഒരേ ഭാവമാണ്. ഞാൻ രാജു അബ്രഹാമിനോട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അമേഠിയിൽ നിന്ന് ഒളിച്ചോടിയതാണ്, ഭയമാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അത് BJP-യുടെ ഭാഷയാണ്, അത് അമിത്ഷായുടെ ഭാഷയാണ്. അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഭാഷ കേരളത്തിലെ CPIM നേതാക്കന്മാർക്ക് എല്ലാ കാര്യത്തിലും കടന്നു വന്നിരിക്കുന്നു. രാഹുൽ ഗാന്ധിയും കോൺഗ്രസിനെയും വിമർശിക്കുന്ന കാര്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അമേഠി പാർലമെന്റ് മണ്ഡലത്തിൽ ശ്രീ രാഹുൽ ഗാന്ധിക്ക് അവിടെ BSP-യുടെ എതിരാളി ഉണ്ടായിരുന്നു. 57,000 പരം വോട്ടുകൾ അദ്ദേഹം പിടിച്ചു. വലിയ രീതിയിലുള്ളതായിരിക്കുന്ന മോഡി വേവ് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ മോഡി വേവ് ഇന്നില്ല, ആന്റി മോഡി വേവ് എന്ന് നിൽക്കുന്നു. SP, BSP ഉൾപ്പെടെയുള്ള കക്ഷികൾ കോൺഗ്രസിനെ അവിടെ 2 മണ്ഡലത്തിൽ കോൺഗ്രസിനെ എതിർക്കുന്നില്ല. സ്വാഭാവികമായി വളരെ വലിയതായിട്ടുള്ള ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ 2 സീറ്റിൽ മത്സരിക്കുന്നവർ മുഴുവൻ പേടിയോടുകൂടി ഓടിപ്പോകുന്നവരാണെന്ന് പറയാൻ പറ്റുമോ? ഞാൻ നിരവധി കാര്യങ്ങൾ പറയാം. 1952 രാഹുൽ ഗാന്ധിയുടെ വരവ് പ്രത്യേകിച്ചൊന്നും തങ്ങൾ കാണുന്നില്ല. മറ്റ് 20 സീറ്റിലെയും പോലെ 20 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ പോലെ മാത്രമേ അദ്ദേഹത്തെ കാണുന്നുള്ളൂ എന്നാണ് മുഖ്യമന്ത്രി ആദ്യം പിണറായി വിജയൻ രാഹുൽ വയനാട്ടിൽ മത്സരിക്കുമെന്ന വാർത്തയോട് പ്രതികരിച്ചത്. പക്ഷേ അതിനുശേഷം രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് ശേഷം വലിയ തോതിലുള്ള ആക്രമണം രാഹുൽ ഗാന്ധിക്ക് നേരെ CPM-ന്റെ ഭാഗത്തു നിന്ന് വരുന്നു. ഞങ്ങൾക്ക് ഭയമില്ല എന്ന് പറയുമ്പോൾ പോലും കേരളത്തിൽ CPM-ന്റെ രാഷ്ട്രീയ ആധിപത്യത്തിന് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വവും
ഇനി അവിടെ നിന്ന് ജയിച്ചാൽ അദ്ദേഹം വയനാട് തന്നെ തെരഞ്ഞെടുത്താൽ അതുണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ അപകട സാധ്യതയും മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു ആക്രമണമാണോ CPM നടത്തുന്നത്? അഷ്റഫ്, ഇതിനകത്ത് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രീയമായി തെറ്റായൊരു തീരുമാനം എടുത്തതിൻ്റെ തുടർച്ചയായിട്ട് കോൺഗ്രസ് രാഷ്ട്രീയമായി തെറ്റായൊരു തീരുമാനം എടുത്തതിന് തുടർച്ചയായിട്ടാണ് ഈ മുഴുവൻ ചർച്ച വിവാദം ഉണ്ടാകുന്നത്. അതങ്ങനെ തന്നെ കാണണം. അതായത് രാഷ്ട്രീയമായി ഏറ്റവും ശരിയായ തീരുമാനം എടുക്കേണ്ട സമയത്ത് തെറ്റായ തീരുമാനം എടുക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യ 2019 നേരിടാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് പ്രാധാന്യം എല്ലാവർക്കും അറിയാം. അത് ഒരുപാട് വിശദീകരിച്ച് കഴിഞ്ഞാണ്, ഇനിയും വിശദീകരിക്കേണ്ടി വരും. അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത ഘട്ടങ്ങളെല്ലാം പറയേണ്ടി വരും. അതായത് ഇന്ത്യ എന്ന ആശയം നിലനിൽക്കണോ, ഇന്ത്യയിലെ ഡെമോക്രസിയും മതേതരത്വവും നിലനിൽക്കണോ ഇത് തീരുമാനിക്കപ്പെടാൻ പോകുന്ന അതിനിർണായകമായ ഇലക്ഷൻ നടക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഒരു വശത്ത് 36ഓളം പാർട്ടികളുള്ള NDA എന്ന സഖ്യവും അതിൻ്റെ നേതാവായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും, മറുവശത്ത് മതേതരത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന ഇലക്ഷന് ശേഷം ഉണ്ടാകാൻ പോകുന്ന മതേതര ജനാധിപത്യ സഖ്യത്തിൽ ഭാഗവാക്കുകളാകേണ്ട നിരവധി പ്രാദേശികവുമല്ലാത്തതുമായ രാഷ്ട്രീയ പാർട്ടി ഉൾപ്പെടുന്ന കോൺഗ്രസും CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടി ഉൾപ്പെടുന്ന ഒരു കൂട്ടായ്മ. ഔപചാരികമായ കൂട്ടായ്മയ്ക്ക് രൂപം ഉണ്ടായിട്ടില്ലെങ്കിലും 2004 അതിനു മുമ്പ് ഒക്കെ പലതവണ പല ഘട്ടങ്ങളിൽ VP സിംഗ് പ്രധാനമന്ത്രിയായപ്പോഴും ദേവഗൗഡ പ്രധാനമന്ത്രിയായപ്പോഴൊക്കെ ഉണ്ടായതുപോലെ ഇലക്ഷന് ശേഷമുള്ള കൂട്ടായ്മ ഉണ്ടാവാൻ പോകുന്നേ ഉള്ളൂ. അതങ്ങനെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. എല്ലാ ഘട്ടങ്ങളിലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ഉണ്ടായിട്ടുള്ളത് പ്രീ പോൾ ഇലക്ഷൻ അല്ല, പോസ്റ്റ് പോൾ ഇലക്ഷൻ. നമുക്ക് അനുഭവങ്ങളിൽ നിന്ന് അറിയുകയും ചെയ്യാം. അങ്ങനെ വളരെ കൃത്യമായും നിർണായകമായ രാഷ്ട്രീയ തീരുമാനങ്ങൾ ശരിയായി എടുക്കേണ്ട സമയത്ത് ഒരു തെറ്റായ രാഷ്ട്രീയ തീരുമാനം എടുത്തു എന്നാണ് ഞാൻ പറയുന്നത് കോൺഗ്രസ്. അതായത് CPI മത്സരിക്കുന്ന അല്ലെങ്കിൽ LDF മത്സരിക്കുന്ന വയനാട് സീറ്റിലേക്ക് തന്നെ രാഹുൽ ഗാന്ധി വരുന്നു. അവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കുമായിരിക്കും, ജയിക്കുമായിരിക്കും, അല്ലെങ്കിൽ തോക്കുമായിരിക്കും. അത് നമുക്ക് 23 മെയ് 23 വരെ കാത്തിരിക്കേണ്ട രാഷ്ട്രീയ ഒരു തീരുമാനമാണ്. പക്ഷേ ഇലക്ഷൻ്റെ ഫലം വരാൻ കാത്തിരിക്കുന്നുള്ളൂ. പക്ഷേ ആ തീരുമാനം തെറ്റാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ BJPയും കോൺഗ്രസും തമ്മിൽ മുഖാമുഖം നിൽക്കുകയാണ്. കോൺഗ്രസിൻ്റെ കൂടെയാണ് മറ്റു പാർട്ടികൾ. കോൺഗ്രസ് ആണല്ലോ ഏറ്റവും വലിയ പാർട്ടി. 40 സീറ്റ് ഇപ്പോൾ അവർക്കുള്ളെങ്കിലും അവരാണ് ഇലക്ഷന് ശേഷം ഉണ്ടാകാൻ പോകുന്ന പ്രതിപക്ഷ നിരയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. അപ്പുറത്ത് BJP ആണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാൻ പോകുന്നത്. അങ്ങനെ BJPയും കോൺഗ്രസും മുഖാമുഖം നിൽക്കുന്ന വളരെ കൃത്യമായി പൊളിറ്റിക്കലായ ഇലക്ഷനിൽ, രാഷ്ട്രീയമായ സാഹചര്യത്തിൽ ഈ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കേണ്ട ഇടതുപക്ഷത്തെ ഒന്ന് ഇകഴ്ത്തി കളയാമെന്ന് വിചാരിച്ച് ഇടതുപക്ഷത്തോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി 2ാം സീറ്റായിട്ട് തിരഞ്ഞെടുത്തുകൊണ്ട് വയനാട്ടിലേക്ക് വരുന്നു. അതിന് പ്രത്യേകത എന്താ? കേരളമാണ് ഇടതുപക്ഷത്തിൻ്റെ രാജ്യത്തെ അവശേഷിക്കുന്ന പ്രധാനപ്പെട്ട തുരുത്ത്. ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകത, ഇടതുപക്ഷം കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ, BJPയുടെ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഇടതുപക്ഷം തകർന്നോട്ടെ നമുക്ക് വിചാരിക്കാം. പക്ഷേ ഇന്ത്യയിലെ ഡെമോക്രസിയിലും സെക്യുലറിസത്തിലും വിശ്വസിക്കുന്ന, ഇന്ത്യ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇടതുപക്ഷം അങ്ങനെ തകർന്നോട്ടെ എന്ന് അതേപടി വിചാരിക്കാൻ കഴിയില്ല. കാരണങ്ങളുണ്ട്. അതിന്റെ വിശദീകരണത്തിലേക്ക് വരാം. ശ്രീ അഭിജിത്ത്, റംഷാദ് സൂചിപ്പിച്ചതുപോലെ CPM ഇടതുപക്ഷം തകർന്നോട്ടെ എന്നുള്ള കേവലമായ ഒരു രാഷ്ട്രീയ ചിന്തയുടെ ഭാഗമായി മാത്രമാണോ രാഹുൽ വയനാട്ടിലേക്ക് വന്നത്? ശ്രീ അഭിജിത്ത്. എന്നോടാണ്? അതെ അതെ. ഒന്ന്, ഇവിടെ കേവലം 20 സീറ്റും കേരളവും മാത്രം ചർച്ച ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള തെറ്റിദ്ധാരണകൾ ഒരുപക്ഷെ പല ആളുകൾക്കും വന്നേക്കാവുന്നത്. ഇവിടെ കൃത്യമായിട്ട് സൂചിപ്പിച്ചു, കഴിഞ്ഞ 6 മാസക്കാലം മുൻപേ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധി പോലുള്ള ആളുകൾ 2 സീറ്റുകളിൽ മത്സരിക്കണം, അത് ഒന്ന് ദക്ഷിണേന്ത്യയിൽ മത്സരിക്കണം എന്ന് കൃത്യമായ തീരുമാനം എടുത്തതാണ്. അങ്ങനെ കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്ന ചർച്ചകൾക്ക് ശേഷമാണ് ഏറ്റവും ഒടുവിൽ തമിഴ്നാട്ടിലോ കർണാടകത്തിലോ കേരളത്തിലോ ഇതിൽ 3-ൽ ഏതെങ്കിലും ഒരു സീറ്റിൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് മത്സരിക്കണം എന്നുള്ള തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും ഒടുവിൽ സ്ക്രീനിംഗ് കമ്മിറ്റി ചേരുകയും എടുത്തിരിക്കുന്ന തീരുമാനം അത് ഏറ്റവും നല്ലത്, അത് കേരളത്തിൻ്റെ ഭൂപ്രദേശവും മറ്റും നോക്കിക്കൊണ്ട് തന്നെ തമിഴ്നാടിനെയും കർണാടകത്തെയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശം എന്ന രീതിയിൽ തന്നെയാണ് വയനാട് പോലുള്ളൊരു പാർലമെൻറ്റ് സീറ്റ് കൃത്യമായിട്ട് കോൺഗ്രസ് തിരഞ്ഞെടുത്തത്. പിന്നെ ഇവിടെ ഇന്ന് കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും ഇവിടുത്തെ CPMൻ്റെ നേതാക്കളുടെയും പ്രസ്താവനയും എല്ലാം കാണിക്കുന്നത് BJPയും CPMും കേരളത്തിൽ കോൺഗ്രസ് ആണ് പൊതുശത്രു എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്.
ചോദിക്കുകയാണ്. ഒരുപക്ഷെ ഈ ചർച്ചയിൽ പോലും നിങ്ങൾക്ക് CPM-ൻ്റെയും BJP-യുടെയും രണ്ട് പ്രതിനിധികളുടെ ആവശ്യമില്ല, ഏതെങ്കിലും ഒരാൾ മതി. കാരണം രണ്ടാളുകളുടെയും പൊതുശത്രു കോൺഗ്രസ് ആണ്. ഇവിടെ രാഹുൽ ഗാന്ധി ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം കൃത്യമായി പറയുന്നു, ദക്ഷിണേന്ത്യയിൽ ഉൾപ്പെടെ രണ്ട് ജനവിഭാഗത്തെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് മോദി പോകുന്നു. ആളുകളെ വലിയ രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വർഗീയപരമായിട്ടുള്ള ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടി മോദി പോകുന്നു എന്നൊരു ഇൻ്റർവ്യൂവിൽ വരെ അദ്ദേഹം സൂചിപ്പിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ദക്ഷിണേന്ത്യയിൽ പോലും അത്തരമൊരു സമീപനം സ്വീകരിക്കാൻ BJP കടന്നു വരുമ്പോൾ അതിനെ തടയിടേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടിക്കാണ്. അതുകൊണ്ട് തന്നെയാണ് AICC-യുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് കേരളത്തിലേക്ക് വന്നതും ഇവിടെ വയനാട്ടിൽ മത്സരിക്കുന്നതും. കോൺഗ്രസ് സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വയനാട്ടിൽ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ കോൺഗ്രസ് വളരെ വ്യക്തമായി എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുന്നു, അത് തന്നെ വയനാട് മത്സരിക്കുന്നു എന്ന് വ്യക്തമാക്കിയതാണ്. അതിന് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമായി കോൺഗ്രസിന് പറയാവുന്ന ന്യായങ്ങളുണ്ട്. ഒന്നാമത്, കോൺഗ്രസ് ദക്ഷിണേന്ത്യയിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നു. കേരളം, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്രയും സീറ്റുകൾ വിജയിച്ചു വരാൻ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം സഹായം ചെയ്യും. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യ ഉപേക്ഷിക്കുന്നില്ല, അമേഠി ഉപേക്ഷിക്കുന്നില്ല, അവിടെയും മത്സരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ പരമാവധി സീറ്റ് സംഭരിക്കാൻ ഉള്ള ഒരു രാഷ്ട്രീയ യുദ്ധത്തിൽ രാഹുൽ ഗാന്ധി ഇവിടെ വരുന്നതിൽ അതിനെതിരെ പ്രകടനം നടത്തുക, അതിനെതിരെ അദ്ദേഹത്തെ ആക്ഷേപിക്കുക തുടങ്ങിയ രീതി ഇടതുപക്ഷം സ്വീകരിക്കേണ്ടതുണ്ടോ? അല്ല, രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ രാജ്യത്ത് എവിടെ വേണമെങ്കിലും മത്സരിക്കാം. അത് രാഹുൽ ഗാന്ധിയുടെ ജനാധിപത്യപരമായിട്ടുള്ള അവകാശമാണ്. അതിനെയൊന്നും ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ രാഹുൽ ഗാന്ധി അമാനുഷികനാണ്. അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടാൻ പോലും അതിനെല്ലാം അപ്പുറം നിൽക്കുന്ന ആളാണ്. ഇപ്പോ ഈയിടെ സാക്ഷി മഹാരാജ് ഒരു കാര്യം പറഞ്ഞു, നരേന്ദ്രമോദി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഇന്ത്യയിൽ ഇനി തെരഞ്ഞെടുപ്പേ ഉണ്ടാവത്തില്ല. എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ കഴുത്തരിയും എന്നുള്ളതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ എന്ന് പറയുന്നത് പോലെ ഇപ്പുറത്ത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു അമാനുഷിക പ്രതിഭ കേരളത്തിലേക്ക് വരുമ്പോൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കണം. ആരാണ്? രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പശ്ചാത്തലമെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം 365 ദിവസത്തിൽ പലപ്പോഴും അദ്ദേഹം മുങ്ങാറുണ്ട്. അദ്ദേഹം മുങ്ങുന്നത് എവിടെയാണ് പോകുന്നതെന്ന് പോലും അറിയത്തില്ല. അത്ര പക്വതയില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവായി ഇന്ന് ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്നയാളാണ് രാഹുൽ ഗാന്ധി. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും വാളയാർ ചുരം കടന്നാൽ ഇങ്ങനെയെല്ലാം പറയുമ്പോൾ പോലും വാളയാർ ചുരം കടന്നാൽ സിദ്ദിഖ്, ഞാൻ തിരിച്ചു വരാം. ശ്രീ രാജു എബ്രഹാം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും വാളയാർ ചുരം കടന്ന് കോയമ്പത്തൂർ എത്തിയാൽ ഇതേ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചാണ് CPM ഉൾപ്പെടെ വോട്ട് പഠിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള മാന്യത വിട്ട് പെരുമാറുന്നതും സംസാരിക്കുന്നതും ദേശാഭിമാനി പ്രയോഗിക്കുന്ന പോലെ സംസാരിക്കുന്നതും അത് വല്ലാത്ത ഭയവും പ്രയാസവും കൊണ്ടാണെങ്കിലും അങ്ങനെ പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്നതല്ല. അല്ല, ഞാൻ അദ്ദേഹം എവിടെ പോയെന്ന് ഞാൻ പറഞ്ഞില്ല. അഭിജിത്തെ, പേടിക്കണ്ട, ഞാൻ അങ്ങനെ പറയുന്നില്ല. തൽക്കാലം ഞാൻ ഈ മീഡിയ വണിലോ പറയാൻ പോയി എന്നുള്ളതല്ല. ശ്രീ രാജു എബ്രഹാം, ഇത് മുഴുവൻ കേൾക്കുന്ന ഞാൻ പറഞ്ഞപ്പോ എന്തിനാണ് രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് പറയുന്നതിന്റെ മര്യാദയും ഭാഷയൊക്കെ വേണം. നിങ്ങൾ BJP-യെ കടത്തിവെട്ടി ഇന്ന് രാഹുലിനെ വിമർശിക്കുക. നിങ്ങൾക്ക് എന്തിനാ ഇത് കൊണ്ടുവരുന്നത്? രാഹുൽ ഗാന്ധി പക്ഷെ നിങ്ങൾ പറയുന്നത് മറ്റ് വൃത്തികേടുകളാണ്, അദ്ദേഹം പറയാൻ പറ്റാത്തതായിട്ടുള്ള വൃത്തികേടുകളാണ്, സത്യസന്ധമല്ലാത്ത കാര്യങ്ങളാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീ രാജു എബ്രഹാം, ശ്രീ രാജു എബ്രഹാം, ഞാൻ തിരിച്ചു വരാം. രാഷ്ട്രീയം തന്നെ പറയണം. ശ്രീ രാജു എബ്രഹാം, ഞാനൊരു ഒറ്റ കാര്യം ചോദിക്കട്ടെ. രാഹുൽ ഗാന്ധിയെ നിങ്ങൾ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നു, അദ്ദേഹത്തെ പപ്പുമോനെന്ന് വിളിക്കുന്നു. സിദ്ദീഖ്, ഞാൻ തിരിച്ചു വരാം. സിദ്ദീഖ്, ശ്രീ രാജു എബ്രഹാം, നിങ്ങൾ രാഹുൽ ഗാന്ധിയെ പപ്പുമോൻ എന്ന് വിളിക്കുന്നു. ശ്രീ രാജു എബ്രഹാം, നിങ്ങൾ രാഹുൽ ഗാന്ധിയെ പപ്പുമോൻ എന്ന് വിളിക്കുന്നു, പക്വതയില്ലാത്ത ആളെന്ന് പറയുന്നു. നിങ്ങൾ രാഹുൽ ഗാന്ധിയെ അമുൽ ബേബി എന്ന് വിളിക്കുന്നു. ഇതേ രാഹുൽ ഗാന്ധി തന്നെയാണ് കോയമ്പത്തൂരിൽ ആ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചാണ് CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി നിങ്ങൾ വോട്ട് ചോദിക്കുന്നതാ. മാഹിയിൽ കോൺഗ്രസ് വോട്ട് ചോദിക്കുന്നതാ. അപ്പോൾ തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ തന്നെ തമിഴ്നാട്ടിൽ കോൺഗ്രസ് DMK സഖ്യത്തിൽ CPM ഉണ്ട്. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ തന്നെയാണ് അവിടെ CPM വോട്ട് ചോദിക്കുന്നത്. ഈ വൈരുദ്ധ്യം എങ്ങനെ നിങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കും? കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ
20 സ്ഥാനാർത്ഥികളിൽ ഒരാൾ മാത്രമാണ് രാഹുൽ ഗാന്ധി. അത് മുഖ്യമന്ത്രി തന്നെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതെ, സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായിട്ടുള്ള ആശയ പ്രചരണങ്ങളാണ് നടക്കുന്നത്. ആ ആശയ പ്രചരണങ്ങൾ നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഏതെങ്കിലും മഹത്തരമായ കാര്യം ചെയ്തെന്നോ മഹാനാണെന്നോ ഞങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? അങ്ങനെ പറയണ്ട. ചെയ്തിട്ടുമില്ലല്ലോ. ശ്രീ രാജു അബ്രഹാം അങ്ങനെ പറയേണ്ട കാര്യമില്ല. കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തെ നിങ്ങൾക്ക് വിമർശിക്കാം, രാഹുൽ ഗാന്ധിയുടെ വരവിന്റെ രാഷ്ട്രീയത്തെ വിമർശിക്കാം, ഇതെല്ലാം ചെയ്യാം. പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവിനെ നിങ്ങൾ പപ്പുമോൻ എന്നും അമുൽ ബേബിയും എന്നൊക്കെ പരിഹസിക്കുന്നതിന്റെ യുക്തി എന്താണെന്നാണ് ചോദിച്ചത്. അപ്പൊ രാഹുൽ ഗാന്ധി, അത് ഞാൻ പറഞ്ഞതാ, രാഹുൽ ഗാന്ധി എന്തോ അമാനുഷിക വ്യക്തിപ്രവാഹമുള്ള ആളാണ്. അങ്ങനൊരു തോന്നൽ ഞങ്ങൾക്കില്ലല്ലോ. ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ പ്രാദേശികമായ ധാരണകൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെന്നെങ്കിൽ അത് പ്രാദേശികമായ ധാരണകളാണെന്ന് കൂട്ടിയാൽ മതി. അങ്ങനെയാണോ ശ്രീ തമിഴ്നാട് സിപിഎമ്മിന്റെ തമിഴ്നാട് സംസ്ഥാന ഘടകം കോൺഗ്രസ് സഖ്യത്തിൽ ചേരുന്നത് ഏതെങ്കിലും കക്ഷി എവിടെയെങ്കിലും ഉണ്ടാക്കിയ ധാരണയായിട്ട് കുറച്ച് കാണാൻ കഴിയുമോ ശ്രീ രാജു അബ്രഹാം? UPA സർക്കാരിനെ ഞങ്ങൾ പിന്തുണച്ച ആളുകളാണ്. രാഷ്ട്രീയ ധാരണകൾ ഏതെല്ലാം സന്ദർഭങ്ങളിൽ എങ്ങനെയെല്ലാം ഉണ്ടാക്കാവുന്നുള്ളത് എല്ലാം വളരെ വിശദമായി പരിശോധിച്ച ശേഷം മാത്രമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ അനുഭവമല്ല. കേൾക്കൂ, ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ ഇന്ദിരാഗാന്ധിയെ പിന്തുണച്ചിട്ടുണ്ട്. ബാങ്ക് ദേശ സർക്കാർ എന്തുകൊണ്ടാണ് പിന്തുണച്ചത്? അത്തരം ചരിത്രത്തിലേക്ക് പോകേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. സമീപകാല ഉദാഹരണങ്ങൾ ഉണ്ടല്ലോ. ചിലപ്പോ പോകേണ്ടി വരും. ഞാൻ തിരിച്ചു വരാം. ശ്രീ സന്ദീപ് വാര്യർ, ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ള തന്നെ പറഞ്ഞത് രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായൊരു സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നാണ്. നിങ്ങൾ അതായത് നരേന്ദ്രമോദിക്ക് നേരെതിരാളിയായി രാജ്യത്തെ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന, പ്രത്യേകിച്ച് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം അമേഠിയിൽ നിന്ന് തോറ്റോടി വന്നതാണെന്ന് നിങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വയനാട്ടിൽ നിങ്ങൾ തന്നെ BJP തന്നെ താമര ചിഹ്നത്തിൽ തന്നെ അദ്ദേഹത്തിന് ഒരു എതിരാളിയെ കണ്ടെത്തുന്നതിന് പകരം അത് BDJSന്റെ ചുമലിൽ വെച്ച് പിന്മാറിയതിന്റെ യുക്തി എന്താണ്? ഒന്ന്, ഇവിടെ കോൺഗ്രസിന് വേണ്ടി രണ്ടുപേരും ഒപ്പം അവതാരകനും സംസാരിക്കുന്നുണ്ട്. നിഷ്പക്ഷ വേഷത്തിൽ ഒരാളുണ്ട്. BJPക്ക് വേണ്ടി ഒരാളേ ഉള്ളൂ. ഇനി ഒരു BJPക്കാരനെ നേരിടാൻ ഒരു കോൺഗ്രസ്സുകാരനെ കൊണ്ട് കഴിയില്ല എന്നുള്ളത് കൊണ്ടാണോ അങ്ങ് കൂടുതൽ പേരെ ചർച്ചയിൽ കൊണ്ടുവന്നിരിക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് കൃത്യമായിട്ടുള്ള സമയം അനുവദിക്കണം. അവർ ഒന്നോ രണ്ടോ റൗണ്ടൊക്കെ അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരാനാണെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കേണ്ട കാര്യമല്ലോ. ഒന്ന്. രണ്ട്, അങ്ങ് ചോദിച്ച മറ്റു ചില കാര്യങ്ങളിലേക്ക് വരാം. ഈ തെരഞ്ഞെടുപ്പ് കാലമാവുമ്പോൾ ഇത്തരത്തിലുള്ള സംഭാഷണങ്ങളൊക്കെ പതിവാന്നേ. ഇവിടെ സിദ്ദീഖും രാജു അബ്രഹാമും ഒക്കെ പരസ്പരം എന്തിനാ ഇങ്ങനെ തല്ലുകൂടുന്നത്? ഇപ്പോൾ വടകരയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാ? സോണിയാഗാന്ധിയെ മദാമ എന്ന് വിളിച്ച് ആക്ഷേപിച്ച K കരുണാകരന്റെ മകൻ അല്ലേ? അതുപോലെ തന്നെ അഹമ്മദ് പട്ടേലിനെ അലുമിനിയം പട്ടേൽ എന്ന് വിളിച്ച് ആക്ഷേപിച്ചയാളല്ലേ മുരളീധരൻ? അദ്ദേഹമല്ലേ വടകരയിലെ സ്ഥാനാർത്ഥി? അപ്പൊ ഇത്തരം ആക്ഷേപങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലമൊക്കെ ആവുന്ന സമയത്ത് രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ അതൊന്നും അത്ര വലിയ കാര്യമാക്കണ്ട, അതൊക്കെ അങ്ങനെ വിട്ടാൽ മതി. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് കടന്നു വരാം. വയനാട്ടിൽ എന്തുകൊണ്ട് തുഷാർ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കറിയാം, ഞങ്ങളൊരു മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത്. വയനാട് സീറ്റ് BDJSന് കൊടുത്തതാണ്. അത് അവരുടെ പ്രൊഗേറ്റീവാണ്. ആരെയാണ് സ്ഥാനാർത്ഥിയാക്കേണ്ടത് എന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും അവർക്ക് വിട്ടുകൊടുത്ത സീറ്റ് എന്നുള്ള നിലയ്ക്ക് രാഹുൽ ഗാന്ധി വരുന്നതിന് മുമ്പ് തന്നെ സഖ്യകക്ഷികളുടെ സഖ്യകക്ഷിയുടെ ഭാഗമായിട്ട് തീരുമാനമായതാണ്. അപ്പം ഞങ്ങൾക്കത് തിരിച്ചെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഞങ്ങൾക്ക് സ്വാഭാവികം അവർക്ക് നൽകിയ സീറ്റ് തിരിച്ചെടുക്കുന്നത് ഒരു സഖ്യകക്ഷി മര്യാദയല്ല. അതുകൊണ്ട് തന്നെ അത് അവർ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ തുഷാറിനെ പോലെ അവർ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. പോരാട്ടം തന്നെ കാഴ്ചവെക്കാൻ തുഷാറിന് കഴിയും. അവിടെ വിജയിച്ചു വരാൻ തുഷാറിന് കഴിയും. തൃശ്ശൂരും നിങ്ങൾ തിരിച്ചെടുക്കില്ല? കേട്ടില്ല. തൃശ്ശൂരും നിങ്ങൾ തിരിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല? സഖ്യകക്ഷി അത് രണ്ട് പാർട്ടികളും തമ്മിലുള്ള ചർച്ചയുടെ ഭാഗമായി തീരുമാനിക്കേണ്ടതാണ്. വയനാട് സീറ്റ് സ്വാഭാവികമായിട്ടും BDJSന് മത്സരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ മത്സരിക്കുക തന്നെ ചെയ്യണം. കാരണം അവർക്ക് വിട്ടുകൊടുത്ത സീറ്റാണല്ലോ. തൃശ്ശൂരിന്റെ കാര്യത്തിനും അവരാണ് തീരുമാനിക്കേണ്ടത്. അവർക്ക് വിട്ടുകൊടുത്ത സീറ്റാണ്. അവർക്ക് മത്സരിക്കും, അതല്ലെങ്കിൽ അവർ വിട്ടുകൊടുക്കുകയാണെങ്കിൽ അതൊക്കെ ചർച്ചകളുടെ ഭാഗമായിട്ട് വരേണ്ടതാണ്. സ്വാഭാവികമായും കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതരായ നേതാവ് വരുമ്പോൾ BJPയും കോൺഗ്രസും തമ്മിലാണ് രാജ്യത്ത് പ്രധാനപ്പെട്ട മത്സരം. ആ രീതിയിൽ BJP ആണല്ലോ കേരളത്തിൽ NDAയിൽ ഏറ്റവും പ്രബല കക്ഷി. BDJSന്റെ സ്വാധീനം നമുക്കറിയാം. അവർക്ക് നിങ്ങൾ അനുവദിച്ച സീറ്റിന്റെ എണ്ണവും നമുക്കറിയാം. BJP അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചാൽ അത് നിരസിക്കുന്നവരോ തിരസ്കരിക്കുന്നവരോ ആണ് BDJS എന്ന് കരുതാൻ കഴിയുമോ?
അങ്ങനെയല്ല. വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു മത്സരം രാജ്യത്ത് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സീറ്റ് ലഭിച്ച രാഷ്ട്രീയ പാർട്ടിക്ക് മത്സരിക്കാൻ താല്പര്യം ഉണ്ടാവും. അപ്പോൾ അവിടെ സഖ്യകക്ഷികൾക്ക് വിട്ടുകൊടുത്ത സ്ഥിതിക്ക് സഖ്യകക്ഷികളുടെ ഒരു ധർമ്മമുണ്ട്, അതും പാലിക്കേണ്ട മര്യാദ BJPക്ക് ഉണ്ട്. BJP കോൺഗ്രസിനെ പോലെ സഖ്യകക്ഷികളെ വഴിയിൽ വെച്ച് ഉപേക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അനുവദിച്ച സീറ്റാണ്. അതിൽ അവരുടെ സംസ്ഥാനത്തെ അധ്യക്ഷനെ തന്നെ അവർ മത്സരിപ്പിക്കുകയാണ്. അവരവിടെ തീപാറുന്ന പോരാട്ടം തന്നെ കാഴ്ചവെച്ച് രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ ടി സിദ്ദീഖ, ഇടതുപക്ഷം പ്രധാനമായും രാഹുൽ ഗാന്ധി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ, വയനാട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇടതുപക്ഷം മുന്നോട്ട് വെച്ച ഒരു ആശങ്ക, ഉത്തരേന്ത്യ പ്രത്യേകിച്ച് ഹിന്ദി ബെൽറ്റിൽ ഇത് വലിയ തോതിലുള്ള വർഗീയ പ്രചാരണത്തിന് BJP ഉപയോഗിക്കുമെന്നായിരുന്നു. ആ ആശങ്ക ശരിവെക്കുന്ന രീതിയിലാണ് ഇന്ന് വരുന്ന വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വരുന്ന പ്രതികരണങ്ങളും BJP നേതാക്കളുടെ ട്വീറ്റുകളുമൊക്കെ. അതിൽ ഒരു തന്ത്രപരമായ ഒരു പാളിച്ച കോൺഗ്രസിന് പറ്റിയിട്ടുണ്ടോ? ഒരു കാരണവശാലും പറ്റിയിട്ടില്ല. കാരണം ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, രണ്ടിടത്ത് ശ്രീ രാഹുൽ ഗാന്ധി മത്സരിക്കും. ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും അമേഠിയിലും മത്സരിക്കും. ദക്ഷിണേന്ത്യ സംബന്ധിച്ച് സംസ്ഥാന വിവിധ ഘടകങ്ങൾ തമ്മിലുള്ളതായ ഒരു മത്സരം പോലെയുള്ളതായിരിക്കുന്ന ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചു. അതിലവസാനം കർണാടക തമിഴ്നാട് ബോർഡർ പങ്കിടുന്ന കേരളത്തിലെ 20 പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒന്നായിട്ടുള്ള കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും പ്രഭാവം ചെലുത്താൻ പറ്റുന്ന, സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലം എന്ന രീതിയിൽ തന്നെയാണ് വയനാട് പാർലമെൻറ്റ് സെഗ്മെൻറ്റ് അതിൻ്റെ കൂടെ ചേർക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് ഇതിൻ്റെ കൂടെ നിങ്ങൾ ചേർത്ത് വായിക്കേണ്ട ഒന്നാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം, ഇവിടെ ഈ വിമർശനങ്ങൾക്കൊന്നും തന്നെ അടിസ്ഥാനമില്ല. ഇപ്പോൾ BDJS NDA അവിടെ വയനാട്ടിൽ മത്സരിക്കും. പൊന്നുടക്ക് ഒരുക്കുന്നിടത്ത് പൂച്ചക്കെന്ത് കാര്യം എന്ന് പറഞ്ഞാൽ NDAക്ക് അവിടെ ഒരു കാര്യമില്ല, BJPക്ക് അവിടെ ഒരു കാര്യമില്ല. അവർക്കൊന്നും ഒരു ഇഞ്ച് മുന്നോട്ട് പോകാനും അവിടെ പറ്റില്ല. അതിനെക്കുറിച്ച് ചർച്ചയില്ല. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ആ മണ്ഡലത്തിൽ അഭൂതപൂർവമായിട്ടുള്ള ജനകീയ വിധിയെഴുത്ത് UDFന് അനുകൂലമായി, രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി ചിത്രം വളരെ കൃത്യമായി ധ്രുവീകരിച്ചു കഴിഞ്ഞു. ഞാനിന്നിപ്പോൾ എറണാട് കൺവെൻഷൻ കഴിഞ്ഞാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഞാൻ കൊടിയത്തൂർ മണ്ഡലത്തിൽ പോയിരുന്നു, ഇന്നലെ വയനാട്ടിലായിരുന്നു. ഞാനൊരു കാര്യം വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. UDFൻ്റെ പ്രകടനങ്ങളിൽ വരെ ഇടതുപക്ഷ അനുഭാവികളും പ്രവർത്തകന്മാർ വരെ പലരും പബ്ലിക്കായി ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ അവരുടെ പോസ്റ്റ് വരെ ഇട്ടുകൊണ്ടിരിക്കുക, അനുകൂലമായിക്കൊണ്ട് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉത്തരേന്ത്യൻ ലോബി BJP ഇത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന കാര്യം, അവർ ഇത് പ്രചരിപ്പിക്കും. അവർ ചെയ്യുന്നതായിരിക്കുന്ന കാര്യം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പതാക വെച്ചുകൊണ്ട് പാകിസ്ഥാൻ പതാക എന്ന് പറഞ്ഞ് ഇത്രയധികം പ്രതിലോമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് അതിനെ അവർ പപ്പിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ വികൃതമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു ഡെമോക്രസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വികൃത മുഖത്വത്തിലേക്ക് തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന സംഘപരിവാറിൻ്റെ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൻ്റെ കൂടെ ഇവിടെ യഥാർത്ഥത്തിൽ CPIM-ഉം ചേർന്നിരിക്കുന്നു എന്നുള്ളതായ ഏറ്റവും വലിയ ദുരന്തമുഖമാണ്. ഞാൻ ശ്രീ രാജു എബ്രഹാം ലൈനിലുണ്ടെങ്കിൽ ഒരു കാര്യം ചോദിക്കുന്നു, ആരാണ് രാഹുൽ ഗാന്ധി? രാഹുൽ ഗാന്ധിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഡിഫൻസ് അഴിമതി റാഫേൽ അദ്ദേഹം പുറത്തു കൊണ്ടുവന്നു. ഞാൻ ചോദിക്കുന്നു, കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്തേ റാഫേൽ അഴിമതിയെ കുറിച്ച് ഒരക്ഷരം ഉരിയാടാത്തത് എന്താ? നിങ്ങൾ എന്തേ ഒരു അക്ഷരം ഉരിയാടാത്തത്? ഇതുവരെ റാഫേൽ അഴിമതിക്കെതിരായി ഒരക്ഷരം സംസാരിച്ചില്ലല്ലോ. അപ്പോ ഒരു പ്രകടനം വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള അന്തർലീനമായി കിടക്കുന്ന ഒരു ധാര പിണറായി വിജയനും അതുപോലെ ശ്രീ നരേന്ദ്രമോദിയും തമ്മിൽ കൃത്യമായിട്ടുണ്ട്. വിമർശിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ഒരേപോലെയാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതോടെ കേരളത്തിൽ UDFന്റെ സാധ്യത എത്രത്തോളം വർദ്ധിക്കുമെന്നാണ് താങ്കൾ കാണുന്നത്? അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ LDFന് കൂടുതൽ ദോഷമുണ്ടാക്കാൻ, ആഘാതമേൽപ്പിക്കാൻ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് കഴിയുമോ? ചില രാഷ്ട്രീയ നിരീക്ഷകർ പ്രവചിക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ കാര്യമായി UDFന്റെ ഭാഗത്തേക്ക് വരാൻ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സഹായകമാകുമെന്നാണ്. അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അഷ്റഫ്, അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ BJP വേഷം ഇട്ടിരിക്കുന്ന ആൾ പറഞ്ഞതുപോലെ ഞാനൊരു നിഷ്പക്ഷ വേഷമല്ല. ഞാനൊരു മാധ്യമപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിഷ്പക്ഷത എന്ന് പറയുന്ന കാപട്യമില്ല, കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അതും ശരി ഇതും ശരി എന്ന് പറയുന്ന മാധ്യമപ്രവർത്തനമല്ല ഞാൻ. രാഷ്ട്രീയമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ കാണുന്നത്. ഞാൻ മറുപടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കണ്ടേ? സാധാരണഗതിയിൽ അങ്ങനെയാണ്, ചരിത്രത്തിൽ നിന്നാണ് താങ്കൾ നേരത്തെ പറഞ്ഞതെന്ന് നോക്കിയാൽ മതി. നിഷ്പക്ഷ വേഷം എന്നാണ് താങ്കൾ ഉപയോഗിച്ച വാക്ക്. അതുപോട്ടെ, ഈ നമ്മൾ 2004 കാര്യം സമീപകാലത്ത് ഏറ്റവും കേരളത്തിലെ
നിഷ്പക്ഷം ഒന്നും പറഞ്ഞില്ല സുഹൃത്തെ. ശ്രീ പി. എസ്. റംഷാദ്, ആ വിഷയം നമുക്ക് വിടാം. ഞാൻ അതും ശരി ഇതും ശരി എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തനമല്ല. ആവശ്യം പോട്ടെ, ഇടയ്ക്കിടയ്ക്ക് അയാൾ സന്ദീപ് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് 2004 എടുക്കാം. 2004 സമീപകാലത്തെ കേരളത്തെ സ്വാധീനിച്ച, കേരളത്തിൽ വലിയ തരംഗമുണ്ടാക്കിയ, അല്ലെങ്കിൽ രാജ്യവ്യാപകമായി ഏറ്റവും വലിയ തരംഗമുണ്ടായ തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടായത് 2004 2004 തന്നെയാണ് ശ്രീമതി സോണിയാഗാന്ധി റായ്ബറേലിക്ക് പുറമെ ദക്ഷിണേന്ത്യയിൽ വന്ന് കർണാടകയിലെ ബെല്ലാരിയിൽ മത്സരിച്ചത്. അന്ന് സുഷമാ സ്വരാജിനെ തോൽപ്പിച്ചു, ശ്രീമതി സോണിയാഗാന്ധി ജയിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കർണാടകയും ബാക്കിയൊക്കെ ഇവിടെ ഇപ്പോൾ സുധീക്കൊക്കെ പറയുന്നതനുസരിച്ചാണെങ്കിൽ ദക്ഷിണേന്ത്യ മുഴുവൻ തരംഗമുണ്ടാകണമല്ലോ. സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിയേക്കാൾ വലിയ നേതാവാണല്ലോ കോൺഗ്രസിൻ്റെ, കൂടുതൽ പേരാതിരിക്കുന്ന ആൾ. ശ്രീമതി സോണിയാഗാന്ധി വന്ന 2004 ഇലക്ഷനിൽ ദക്ഷിണേന്ത്യയുടെ ഭാഗമായി കേരളത്തിലുണ്ടായ റിസൾട്ട് എന്തായിരുന്നു? നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയമായി നമ്മൾ പറയുമ്പോൾ അതിനെ അന്ധമായി പറയാൻ പാടുണ്ടോ? ചില ചരിത്രത്തിൽ നിന്ന് വേണ്ട എടുത്തു പറയണം. ഭൂതകാലത്ത് എന്താ സംഭവിച്ചതെന്നും കൂടി വിലയിരുത്തിക്കൊണ്ട് വേണ്ട പറയാൻ. അന്ന് കേരളത്തിൽ 2004 ഒന്നാം UPA സർക്കാർ വന്നുള്ള ശരിയാണ്. കേരളത്തിൽ എന്താ സംഭവിച്ചത്? കേരളത്തിൽ അന്ന് 20-ൽ 18 സീറ്റും ഇടതുപക്ഷ LDFന് കിട്ടിയില്ലേ? ഈ കോൺഗ്രസ് ഒരു സീറ്റ് പോലും കിട്ടിയില്ല. ലീഗിന് 2-ൽ 1 നഷ്ടപ്പെട്ടു. അന്ന് പിന്നെ PC തോമസ് NDAയുടെ മന്ത്രിയായിരുന്ന PC തോമസ് ജയിച്ചു. അപ്പം അങ്ങനെയൊക്കെ ചരിത്രമുണ്ട്. അപ്പം നമ്മൾ ഈ പറയുന്ന ഈ തരംഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നേരത്തെ അഷ്റഫ് പറഞ്ഞതുപോലെ 20 സീറ്റിലും വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന തരംഗം ഉണ്ടാകണമെങ്കിൽ അത് നമ്മൾ ഈ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന വോട്ട് ചെയ്യുന്ന ജനങ്ങളെ അങ്ങനെ ശിഖണ്ഡികളായിട്ട് വിലയിരുത്തുന്നതിന് തുല്യമല്ലേ? അങ്ങനെ തരംഗമുണ്ടോ? നമ്മൾ തിരുവനന്തപുരം മുതൽ എന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ കോൺഗ്രസ് സ്ഥാനാർത്ഥി എടുക്കൂ, ആ സ്ഥാനാർത്ഥികളുടെ മെറിറ്റും ഡിമെറിറ്റും നോക്കൂ. അതെല്ലാം മറന്നുകൊണ്ട് ജനം ഒന്നിച്ചിങ്ങനെ വോട്ടുകളെല്ലാം പൂൾ ചെയ്യുമോ? ശരി, രാഹുൽ ഗാന്ധി വന്നതല്ലേ, എന്നാൽ പിന്നെ എല്ലാവരും UDF ഇരിക്കട്ടെ, അങ്ങനെ തീരുമാനിക്കാൻ പറ്റുമോ? അങ്ങനെ തീരുമാനിക്കില്ലല്ലോ. ഓരോ സ്ഥാനാർത്ഥികളുടെ മെറിറ്റും ഡിമെറിറ്റും അവിടെ പ്രസക്തമാവില്ല. അങ്ങനെ നോക്കുമ്പോൾ പക്ഷേ ശ്രീ റംഷാദ്, താങ്കൾ ഈ സൂചിപ്പിച്ച സാഹചര്യങ്ങളൊക്കെ തന്നെ നിലനിൽക്കെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോഴേക്കും CPM ഒരു പരിധി വിട്ട് ഭയവിഹ്വലരാകുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നുണ്ട്. അവരുടെ സമചിത്തത പല ഘട്ടങ്ങളിലും നഷ്ടപ്പെടുന്നു. പറയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അനൗചിത്യമായ ചില പ്രയോഗങ്ങൾ നടത്തുന്നു. അങ്ങനെ ഒരു വിഭ്രാന്തിയിലേക്ക് അവർ പോകുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുന്നില്ലേ? ആ തോന്നലിനെ ഞാൻ തിരിച്ചു പറിച്ചു ചോദിക്കട്ടെ. CPMന് വേണ്ടി മറുപടി പറയേണ്ട ആൾ ഞാനല്ല. ചോദ്യം ചോദിച്ചുകൊണ്ട് പറയാണ്. ഒരു മാധ്യമപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഞാൻ കണ്ട കാര്യം, ഇന്നലെ യെച്ചൂരിയുടെയും പിണറായി വിജയൻ്റെയും പത്രസമ്മേളനങ്ങളിൽ മീറ്റ് ദി പ്രസിൽ പങ്കെടുത്ത ഒരു കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക്, മാധ്യമപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ഈയൊരു CPMൻ്റെ അന്തം വിട്ട പരിധി വിട്ട പ്രതികരണങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത്? മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC അധ്യക്ഷൻ പറയുന്നു കേരളത്തിൽ 20 സീറ്റും ഞങ്ങൾക്കാണ്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നു കേരളത്തിൽ CPMന് 1 സീറ്റ് LDFന് കിട്ടില്ല, തൂത്തുവാരാൻ പോവാണ്. അപ്പം ഇതിൻ്റെ മറുപടിയായിട്ടല്ലേ സ്വാഭാവികമായിട്ട് പറയാം. അതങ്ങനെയല്ലേ പൊളിറ്റിക്കലി എന്നാൽ നിങ്ങൾ തൂത്തുവാരിക്കുമെന്ന് പറയുമോ? നിശബ്ദരായിരിക്കുമോ? അങ്ങനെയല്ല. ഒന്നും പറയുമ്പോൾ അതിന് എന്താണ് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞ പോലുള്ള രാഷ്ട്രീയം മറുപടി പറയുന്നതല്ല, സ്വാഭാവികമായ പ്രതികരണങ്ങളല്ലേ? ശ്രീ റംഷാദ്, മുഖ്യമന്ത്രി തുടക്കത്തിൽ തന്നെ ഇതിനോട് പ്രതികരിച്ച രീതിയിലുള്ള ഒരു പ്രതികരണം, 20-ൽ 1 സ്ഥാനാർത്ഥിയായ ഞങ്ങൾ രാഹുൽ ഗാന്ധിയെ കാണുന്നുള്ളൂ എന്നുള്ള കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രതികരണം, അതിൽ നിന്നും മാറി അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് പോകുന്നതിന്റെ സാഹചര്യമാണ് ചോദിച്ചത്. അല്ല, ആ സാഹചര്യം ഞാൻ മനസ്സിലാക്കുന്ന സാഹചര്യം ഇന്നലെ 11:15 തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ മീറ്റ് ദി പ്രസിൽ പിണറായി വിജയൻ പങ്കെടുക്കുന്നു. ആ പിണറായി വിജയൻ ഡേസിലേക്ക് വന്ന് കയറിയ സമയത്താണ് AK ആന്റണിയെ ഡൽഹിയിൽ നിന്നുള്ള അനൗൺസ്മെൻറ്റ്. ഞാൻ ആ മീറ്റ് ദി പ്രസിൽ പങ്കെടുത്ത ഒരാളാണ്. അനൗൺസ്മെൻറ്റ് വരുന്നത്. അപ്പം നമ്മുടെ ഈ സദസ്സിലുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരിൽ ഒരാൾ പറഞ്ഞു രാഹുൽ ഗാന്ധി ഒഫീഷ്യലായി പ്രഖ്യാപിച്ചിരിക്കുന്നു CM എന്ന് പറഞ്ഞു. അപ്പോൾ പ്രഖ്യാപിച്ചോ എന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ടും ജസ്റ്റ് ആ മൂവ്മെൻറ്റിലാണ് സംഭവം അറിയുന്നത്. ചോദ്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടതാകുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ 20 സീറ്റും പിടിക്കുമെന്നുള്ളതടക്കമുള്ള കോൺഗ്രസിൻ്റെ അമിതാഹ്ലാദ പ്രകടനങ്ങൾ വരുന്നത്. അതിനോടുള്ള സ്വാഭാവിക പ്രതികരണങ്ങളായിട്ട് ഇതിനെ കാണാൻ പറ്റുള്ളൂ. ഞാൻ വിചാരിക്കുന്നത് എവിടെയോ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു, കോർപ്പറേറ്റ് ലെവലിലോ എവിടെയോ ഒരു ഘട്ടത്തിൽ, അതായത് CPMൻ്റെ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം പാർലമെൻറ്റിൽ ഉണ്ടാവാൻ പാടില്ല. രാഹുൽ ഗാന്ധി നേതൃത്വത്തിൽ കോൺഗ്രസ് സർക്കാർ വന്നാൽ അതിന് തിരുത്തൽ ശക്തിയായിട്ട് അതിനുണ്ടാകുന്ന വീഴ്ചകൾ, ജനവിരുദ്ധ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിനെ തിരുത്താൻ വേണ്ടി ഒരു CPMൻ്റെ LDFൻ്റെ ഇടതുപക്ഷ സാന്നിധ്യം പാർലമെന്റിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് എവിടെയോ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. ദക്ഷിണേന്ത്യയാണ് പ്രധാനമായും കോൺഗ്രസ് ഉന്നം വയ്ക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വരവിന്റെ കാരണമായി കോൺഗ്രസ് പറയുന്നതും കർണാടക, തമിഴ്നാട്, കേരളം, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന്, ആന്ധ്ര അവർക്ക് വലിയ പ്രതീക്ഷയില്ല, മറ്റ് 3 സംസ്ഥാനങ്ങളിൽ നിന്നും പരമാവധി സീറ്റുകൾ സംഭരിക്കുക എന്നതാണ്. ആ ഒരു ലക്ഷ്യം നിറവേറ്റുമോ രാഹുലിന്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം?
എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഇമ്പാക്റ്റ് മറ്റ് സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലോ അതല്ലെങ്കിൽ കർണാടകയിലോ ഒക്കെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പ്രത്യേകിച്ച് കർണാടകയിൽ BJP വളരെ ശക്തമായിട്ടുള്ള പൊസിഷൻ ചെയ്തു കഴിഞ്ഞു ഓൾറെഡി. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ CPM-ഉം DMK-യും ഒക്കെയുള്ള വലിയൊരു മുന്നണി ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മറുവശത്ത് BJP-യും ശക്തമായൊരു മുന്നണിയുടെ ഭാഗമായി. കഴിഞ്ഞ തവണ ഒരു മുന്നണിയുടെയും ഭാഗമല്ലാതെ BJP അവിടെ സീറ്റ് ജയിച്ചിട്ടുണ്ട്. ഇത്തവണ BJP നല്ലൊരു മുന്നണി ഉണ്ടാക്കാൻ BJPക്ക് തമിഴ്നാട്ടിലും കഴിഞ്ഞിട്ടുണ്ട്. ADMK NDA-യിലേക്ക് വന്നു. അതുപോലെ തന്നെ ആന്ധ്രയിലാണെങ്കിലും BJPക്ക് നല്ല സാധ്യതകളുണ്ട്. അവിടെ കോൺഗ്രസിന് സാധ്യതകൾ ഒട്ടും ഇല്ലതാനും. അപ്പോൾ ആ സാഹചര്യത്തിൽ ദക്ഷിണേന്ത്യയിലും പറഞ്ഞോളൂ. പറയാം ശ്രീ സന്ദീപ് വാര്യർ, പറഞ്ഞോളൂ. സന്ദീപ് വാര്യറിലേക്ക് തിരിച്ചെത്താം. ചില സാങ്കേതിക തകരാറുണ്ട്. ശ്രീ ടി സിദ്ദീഖ, ഇത്തരത്തിലുള്ള വലിയ വിമർശനം CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. സ്വാഭാവികമായും വലിയ ക്യാമ്പയിനും ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് രാഹുൽ ഗാന്ധിക്കെതിരെയും UDF-നെതിരെയും ഉണ്ടാകാം. നേരത്തെ റംഷാദ് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. സോണിയാഗാന്ധി ദക്ഷിണേന്ത്യയിൽ മത്സരിച്ച 2004-ലെ തെരഞ്ഞെടുപ്പ് ഫലം അതുകൂടി മുന്നിൽ വെച്ച് രാഹുൽ ഗാന്ധി വരുന്നത് കൊണ്ട് മാത്രം 20 സീറ്റിലും ജയിക്കും എന്നുള്ള നിങ്ങളുടെ ആത്മവിശ്വാസം ഒരർത്ഥത്തിൽ അതിരു കടന്നതല്ലേ? ഒന്ന്, രാഹുൽ ഗാന്ധിയുടെ കടന്നുവരവോടുകൂടി കേരളത്തിൽ മുഴുവൻ ഉണ്ടായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ജനാധിപത്യ ധ്രുവീകരണം കൃത്യതയോടുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സോഷ്യൽ മീഡിയയൊക്കെ കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരാളാണ്. ഞങ്ങൾക്ക് അതിനുള്ളതായിരിക്കുന്ന സംവിധാനമുണ്ട്. അതനുസരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എൻ്റെ കയ്യിൽ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ബൾക്ക് പ്രവർത്തകന്മാരുടെ FB പോസ്റ്റുകൾ എൻ്റെ കയ്യിലുണ്ട്. ഞങ്ങൾ ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യും എന്ന് പറഞ്ഞതായ വയനാട് പാർലമെൻറ്റിലെ ഞങ്ങളത് ഒരു 500 1000 എണ്ണം ആക്കി ഒന്നിച്ച് ഞങ്ങൾ പുറത്തുവിടാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ കൃത്യമായിട്ടുള്ള എണ്ണമുണ്ട്. ഞാനത് ഈ ശ്രീ റംഷാദ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. എവിടെ ഇടതുപക്ഷം പാർലമെൻറ്റിൽ വേണ്ട എന്ന് ഏതോ ഒരു കോർപ്പറേറ്റ് ഇടത്ത് തീരുമാനിക്കപ്പെട്ടു ഈ സ്ഥാനാർത്ഥിത്വം എന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. എന്തൊരു അബദ്ധജടിലമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ കോർപ്പറേറ്റുകൾക്കെതിരായി ഇത്രയധികം സംസാരിച്ച ഒരു പൊതുപ്രവർത്തകൻ ശ്രീ രാഹുൽ ഗാന്ധിയെ പോലെ വേറെ ആളുകളുണ്ടോ? അംബാനിക്കെതിരായി, അദാനിക്കെതിരായി, മറ്റുള്ള ആളുകൾക്കെതിരായി, പിന്നെ വിദേശത്തുള്ള സ്വദേശത്തുള്ളതായിരിക്കുന്ന കോർപ്പറേറ്റുകൾക്കെതിരായി, മോഡിയുടെ കോർപ്പറേറ്റ് ബാന്ധവത്തിനെതിരായി, അതിനെതിരെ റാഫേൽ ഡീലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അംബാനിക്കെതിരായി, ഇത്രയധികം കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരായി കൃത്യതയോടുകൂടി കൃത്യമായി നിലപാടെടുത്തതായിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് രാഹുൽ ഗാന്ധിയെ പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ? അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കാൻ വരുമ്പോൾ ശ്രീ റംഷാദ് പറയുകയാണ് കോർപ്പറേറ്റ് ഏതെങ്കിലും ഇടത്ത് വെച്ചുകൊണ്ട് ഫിക്സ് ചെയ്തതായിരിക്കുന്ന ഒരു കാര്യമാണ് എന്നതായിരിക്കുന്ന തോന്നൽ വെച്ച് സംസാരിക്കുമ്പോൾ ഇതെന്തൊരു മാനസികാവസ്ഥയാണ്. അത് പിന്നെ പപ്പുമോൻ എന്നും അമുൽ ബേബിയെ പോലെയുള്ളതായിരിക്കുന്ന വാക്കുകൾ പറയുന്നതിനെതിരായി ഒരക്ഷരം പോലും ഉരിയാടാതെ ഇത്രയധികം ഒരു രീതിയിലും സത്യസന്ധമല്ലാത്തതായ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രബുദ്ധതയുള്ളതായിരിക്കുന്ന കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഇത്രയധികം വൃത്തികേടുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അല്പമൊക്കെ ഒന്ന് ആലോചിക്കുന്നത് പ്രബുദ്ധ ജനതയോടാണ് ഇത് അഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാകുന്നത് നല്ലതാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സൗത്ത് ഇന്ത്യയിലും ഉത്തരേന്ത്യയിലും അല്ലെങ്കിൽ രണ്ടിടത്ത് സംസാരിക്കുക എന്നുള്ളതായിരിക്കുന്ന കാര്യം അത് വളരെ കൃത്യമല്ലേ? ഇന്ത്യ രാജ്യത്ത് ഒരുപാടിടത്ത് നടന്നല്ലോ. 1952 തെരഞ്ഞെടുപ്പ്, ഞാനത് സമയമെടുത്ത് കൂടുതൽ പറയുന്നില്ല. 52 തെരഞ്ഞെടുപ്പിൽ വാജ്പേയി ബൽറാംപൂരിൽ മത്സരിച്ചു. ആ ബൽറാംപൂരിൽ മത്സരിച്ചതായിരിക്കുന്ന വാജ്പേയി അവിടെ 3-ാം സ്ഥാനത്തായിരുന്നു. 57 തെരഞ്ഞെടുപ്പ് വാജ്പേയി 3 മത്സരിച്ചു. ബൽറാംപൂർ, എനിക്ക് തോന്നുന്നു ലക്നൗ, മധുര. അതിൽ മധുരയിൽ അദ്ദേഹത്തിന് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടു. 1991 ഗാന്ധിനഗറിലും ന്യൂഡൽഹിയിലും വാജ്പേയി മത്സരിച്ചു. അതേപോലെ തന്നെ വാജ്പേയി വിദിശയിലും ലക്നൌയിലും മത്സരിച്ചു. ദേവിലാൽ 3 മത്സരിച്ചിട്ടുണ്ട്. ഈ ദേവിലാൽ NTR 3 മണ്ഡലത്തിൽ മത്സരിച്ചു. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന നരേന്ദ്രമോദി 2 മത്സരിച്ചല്ലോ. ഭയം കൊണ്ട് ഓടിയതാണ് അദ്ദേഹം? അല്ല, കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. പൊളിറ്റിക്കലായി കൂടുതൽ എണ്ണം സമാഹരിക്കുക എന്നുള്ളതായിരിക്കുന്ന പൊളിറ്റിക്കൽ അജണ്ടയുണ്ട്. ആർക്കാണ് കൂടുതൽ എണ്ണം അവരെയാണ് രാഷ്ട്രപതി ക്ഷണിക്കുക ഗവൺമെന്റ് ഉണ്ടാക്കാൻ. ഞങ്ങൾക്ക് അതിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്, വളരെ കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. നേരത്തെ താങ്കൾ പറഞ്ഞ് പൂർത്തീകരിക്കാതെ പോയൊരു കാര്യമുണ്ട്. ദക്ഷിണേന്ത്യയിൽ നിന്ന് കൂടുതൽ സീറ്റ് കിട്ടുമെന്ന് BJP എവിടെ നിന്ന് കിട്ടുമെന്നാണ് കരുതുന്നത്? തമിഴ്നാട്ടിൽ അണ്ണാ DMK-ക്കെതിരായ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. DMK നിലവിൽ വന്നിരിക്കുന്ന പ്രവചനങ്ങൾ ഒക്കെ അനുസരിച്ച് അവിടെ DMK സഖ്യത്തിന് വലിയ മുൻതൂക്കം ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. ആന്ധ്രയിലും
YSR കോൺഗ്രസിനെ മാറ്റി നിർത്തിയാൽ വലിയ സാധ്യതയൊന്നും BJPക്ക് അവിടെയില്ല. തെലുങ്കാനയിൽ ഒരു പക്ഷേ ഒന്നോ കൂടി വന്നാൽ ഒരു സീറ്റ്, അതിൽ അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. പിന്നെ ഇവിടെ നിന്ന് ദക്ഷിണേന്ത്യയിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ സീറ്റ് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട്ടിലെ അലയൻസ്, പ്രത്യേകിച്ചും തമിഴ്നാട്ടിലെ ഈ വരുന്ന സർവേ ഫലങ്ങളെയൊക്കെ മറികടക്കുന്ന ഒരു പെർഫോമൻസ് ADMKയുടെയും BJPയുടെയും സഖ്യം നേടും. കാരണം ആ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നതോട് കൂടിയിട്ട് BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് തമിഴ്നാട്ടിലും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. സ്വാഭാവികമായിട്ടും BJP കഴിഞ്ഞ തവണ ഈ അലയൻസ് ഇല്ലാതെ തന്നെ BJPക്ക് അവിടുന്ന് മെമ്പർ ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ അലയൻസ് ഉള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട ഒരു പെർഫോമൻസ് തമിഴ്നാട്ടിൽ നിന്ന് ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ഒന്ന്. രണ്ട്, കർണാടകയിൽ ഞങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് സീറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ പൊസിഷൻ വളരെ കറക്റ്റാണ്. കർണാടകയിൽ ജനതാദളിന്റെയും കോൺഗ്രസിന്റെയും അലയൻസ് അത് ഒരിക്കലും യോജിച്ച ഒരു അലയൻസ് അല്ല, ജനങ്ങൾ അംഗീകരിക്കാത്ത ഒരു അലയൻസ് ആണ്. അവിടെ രണ്ട് കക്ഷികളും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസമാണ്. അവിടെ സീറ്റ് വിതരണത്തിൽ വലിയ തർക്കമുണ്ട്. അത് ഒരിക്കലും സക്സസ് ആവാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. പ്രത്യേകിച്ചും 2+2 എപ്പോഴും 4 ആയിക്കൊള്ളണമെന്നില്ല രാഷ്ട്രീയത്തിൽ. അവിടെ കർണാടകയിൽ സ്വാഭാവികമായിട്ടും BJPക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ കർണാടകയിൽ നിന്ന് വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന് കേരളമാണ്. കേരളത്തിൽ നിങ്ങൾ പറയുന്ന ഈ സർവേ ഫലങ്ങൾ അനുസരിച്ചിട്ടാണെങ്കിൽ തന്നെ കേരളത്തിൽ നിന്ന് BJPക്ക് സീറ്റ് ഉണ്ടാവും, സ്വാഭാവികമല്ലേ? സർവേ ഫലങ്ങളൊക്കെ അവസാനമായി സമയപരിമിതിയുണ്ട്. ക്ഷമിക്കണം ശ്രീ റംഷാദ്, അവസാനമായി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ, രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി കേരളത്തിൽ ഒരുപക്ഷെ കഴിഞ്ഞ മോദി സർക്കാരിന്റെ 5 വർഷക്കാലം അതിശക്തമായ കേന്ദ്രവിരുദ്ധ രാഷ്ട്രീയം സംസാരിച്ചു കൊണ്ടിരുന്നൊരു സംസ്ഥാനമാണ് കേരളം. ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട പ്രചാരണായുധം രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വവും കോൺഗ്രസും CPM തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും മാത്രമായി നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം ചുരുങ്ങും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അഷ്റഫ്, നേരത്തെ സിദ്ദീഖ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ കോർപ്പറേറ്റുകൾ എവിടെയോ തീരുമാനിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം ഞാനെന്താ വൃത്തികേട് പറയുന്നു, മഹാ അസംബന്ധം പറയുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ 71 വർഷ ചരിത്രം എടുത്ത് നോക്കിയാൽ മൊറാർജി ദേശായി മുതൽ നരേന്ദ്രമോദി വരെയുള്ള പ്രധാനമന്ത്രിമാർ, കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിമാർ 20 വർഷം മാത്രമാണ് ഭരിച്ചിട്ടുള്ളത്. ബാക്കി 50 വർഷവും ഭരിച്ചത് കോൺഗ്രസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ കോൺഗ്രസ് ആണ് ഈ രാജ്യത്ത് കുത്തകകളെയും കോർപ്പറേറ്റുകളെയും വളർത്തിയതെന്നുള്ള കാര്യം സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. നമുക്ക് പോകാൻ സമയമില്ല. റംസാദ്, ഞാൻ ചോദിച്ച കാര്യം മോദി സർക്കാരിനെതിരായ രാഷ്ട്രീയം പറയുന്നതിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾ മാറിപ്പോകുമോ എന്നാണ് ഈ ഇലക്ഷൻ. ആ വിഷയത്തിലേക്ക് പോകാൻ സമയമേ ഇല്ല. തെരഞ്ഞെടുപ്പിലെ ചർച്ച വരവിലേക്ക് വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട് എന്നുള്ള സത്യമാണ്. അതൊരു വസ്തുതാപരമായ കാര്യമാണ്. അതാണ് സത്യം. അങ്ങനെ വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കോൺഗ്രസ് ശ്രീ റംഷാദ്, ഒപ്പം ശ്രീ T. സിദ്ദീഖ, സന്ദീപ് വാര്യർ, അഭിജിത്ത് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്